കേരളത്തിൽ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ടി.വി.കെ വാഗ്ദാനം ചെയ്തെന്ന് നടൻ ദേവൻ. ബി.ജെ.പി വിട്ട താരം താൻ ടി.വി.കെയിലേക്കെന്ന് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സെപ്റ്റംബർ 10 വിജയ് കൂടിക്കാഴ്ചയ്ക്ക് സമയം നൽകിയിട്ടുണ്ടെന്നും അന്തിമ തീരുമാനത്തിനായി കാത്തിരിക്കുകയാണെന്നും ദേവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇനി താൻ ടി.വി.കെയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും കേരള രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും ദേവൻ പറഞ്ഞു. ബി.ജെ.പിയിൽ പ്രതീക്ഷിക്കുന്ന സ്ഥാനം കിട്ടിയില്ല. തന്റെ കാഴ്ചപ്പാടുകൾക്ക് എതിരായാണ് ബി.ജെ.പി പ്രവർത്തിച്ചത്. തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയല്ല, പണമുണ്ടാക്കുക മാത്രമാണ് ബി.ജെ.പിയുടെ ലക്ഷ്യമെന്നും ദേവൻ ആരോപിച്ചു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ ചിലവഴിക്കേണ്ട തുക നേതാക്കൾ വീതിച്ചെടുക്കുന്നതാണ് പാർട്ടിയുടെ രീതിയെന്ന് ദേവൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ അവസാനിക്കാൻ 15 ദിവസമുള്ളപ്പോൾ കള്ളപ്പണം ചെലവഴിക്കും, ബാക്കി വീതം വെക്കുമെന്നും ദേവൻ പറഞ്ഞു. പാർട്ടിയിൽ ചേർന്നു എന്നല്ലാതെ കേരള ബി.ജെ.പി എന്നെ അവരിലേക്ക് അടുപ്പിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്യുമ്പോഴാണ് ബ്ലാക്ക് മണി മുഴുവൻ വരുന്നത്. ക്യാമ്പയിന്റെ സമയത്താണ് കള്ളപ്പണം ചെലവഴിക്കുന്നത്. 5 കോടി വന്നിട്ടുണ്ടെങ്കിൽ അതിൽ 50 ലക്ഷം രൂപയെ ചെലവാക്കുന്നുള്ളൂ. ബാക്കി പണം നേതാക്കൾ വീതിച്ചെടുക്കുമെന്നും ദേവൻ പറഞ്ഞു. ടി.വി.കെ കേരളത്തിൽ നിർണായക ശക്തിയാകുമെന്ന് ദേവൻ പറഞ്ഞു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ടി.വി.കെക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പ് 2031 5 വർഷം സമയമുണ്ടെന്നും ദേവൻ പറഞ്ഞു. ടി.വി.കെ തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങില്ല, ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരാനാണ് വിജയ് ശ്രമിക്കുന്നത്. ടി.വി.കെയിൽ പുതുമുഖങ്ങൾക്ക് മാത്രമേ സ്ഥാനം ഉണ്ടാകുകയുള്ളൂവെന്നും അല്ലാത്തവരെ എടുക്കില്ലെന്നും ദേവൻ പറഞ്ഞു. വിജയ് കേരളത്തിൽ എത്തുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വമ്പൻ നീക്കങ്ങൾ ഉണ്ടാകുമെന്നും ദേവൻ നേരത്തെ പറഞ്ഞിരുന്നു. കണിച്ചുകുളങ്ങര ക്ഷേത്രത്തിൽ നടന്ന പരിപാടിക്കിടെയായിരുന്നു താൻ ബി.ജെ.പി പാർട്ടി വിടുന്നതായി ദേവൻ പ്രഖ്യാപിച്ചത്. ശ്രീനാരായണ ഗുരുദേവൻ ദർശനങ്ങളാണ് തന്റെ രാഷ്ട്രീയം. അത് നടപ്പാക്കാൻ തനിക്ക് കഴിയുന്നില്ല. സംസ്ഥാന വൈസ് പ്രസിഡന്റ് സ്ഥാനവും പാർട്ടിയിലെ പ്രാഥമിക അംഗത്വവും രാജിവെക്കുന്നുവെന്നായിരുന്നു ദേവൻ പ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിരുന്നത്.